ഞങ്ങളിൽ ഏകദേശം 30 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡാണ്, കാലെല്ലാം നീര് വന്നിട്ടുണ്ട്. പിന്നെ തണുപ്പാണെങ്കിൽ ശക്തമായ തണുപ്പാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. ഞങ്ങൾക്കൊന്നും ഷെൽട്ടർ കിട്ടിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പുറത്ത് തീ കല്ലിട്ടിട്ടാണ് എല്ലാവരും ചൂട് പിടിക്കുന്നത്. കയ്യിലുള്ള ഫുഡ്, വെള്ളം എല്ലാം തീർന്നു. പെൺപിള്ളേർക്ക് മാത്രമാണ് ഇപ്പോൾ ഷെൽട്ടർ കൊടുത്തോളൂ. ഞങ്ങളെ അവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പുറത്താക്കി. നിങ്ങൾക്ക് ഇവിടെ ഷെൽട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് തീ കഴിഞ്ഞിട്ടാണ് ചൂട് പിടിക്കുന്നത്. കയ്യിൽ നടന്ന ഫുഡ്, വെള്ളമെല്ലാം കയ്യിൽ തുടങ്ങി, കയ്യിലെ ക്യാഷും തീരിൽ തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് എംബസി ഈ ബോർഡർ വരെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എംബസി ഈ ബോർഡറിൽ എത്തുക, ഞങ്ങളെ കടക്കാനുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇവിടെ പെട്ടുപോയ നമ്മുടെ വിദ്യാർത്ഥികളെയും പ്രവാസികളെയും എങ്ങനെയും നാട്ടിലെത്തിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ കൊടുംതണുപ്പിൽ അഭയം പ്രാപിക്കാൻ ഒന്നും തന്നെ ഇല്ലാതെ കഴിയുകയാണ്. നീണ്ട 15 മണിക്കൂറുകളോളം നിന്ന് കാലിൽ നീര് വരെ വന്നിരിക്കുന്നു. ഇത്തരത്തിൽ കൊടിയ ദുരിതത്തിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ കഴിയുന്നത്. ഇന്ത്യൻ എംബസിയോട് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് അത് ഇതാണ്. അവർ പ്രവാസി മലയാളിയോട് പ്രതികരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഇതാണിപ്പോ ഇപ്പോഴത്തെ ഒരു ചെറിയ അവസ്ഥ. കാരണം വെച്ചാൽ ഇപ്പൊ കുറച്ച് പിള്ളേരുള്ളൂ, ബാക്കി പിള്ളേർക്ക് വേറെ വേറെ സ്ഥലത്തുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ ഇത്രയും തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് ഇത്രയും 10-15 മണിക്കൂർ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ഇതിപ്പോ അറ്റ്ലീസ്റ്റ് രാവിലെ ആയി എന്നെങ്കിലും പറയാം. ഈ രാത്രിയൊക്കെ ഇത്രയും തണുപ്പത്തൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഈ എംബസി ഉണ്ടാക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ തിരിച്ചു പോകാനും പറ്റില്ല. ഇവിടുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ ഇപ്പൊ എല്ലാവരും ഉള്ളത്. ഞങ്ങള് ഉക്രൈനിലെ ലെവി യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് പോളണ്ടിലെ ഷെയ്നി ബോർഡറിലാണ്. ഇപ്പോ ഏകദേശം നോക്കിയെന്ന് വെച്ചാൽ ഞങ്ങള് അവിടുന്ന് രാവിലെ ഇന്ന് ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ അവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം ഫസ്റ്റത്തെ ബോർഡർ എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രാക്കോസ്കി ബോർഡറിൽ പോയി. അവിടെ പോകുമ്പോൾ ആണ് ഞങ്ങൾക്ക് ആ സർക്കുലർ കിട്ടിയത്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ക്രാക്കോസ്കി ബോർഡറിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെഹിക്കിൾ വേണം, അല്ലാണ്ട് നിങ്ങൾക്ക് ആ ബോർഡറിൽ നിന്ന് കിടക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു ഷെയ്ൻ എന്ന് പറഞ്ഞ ബോർഡറിൽ ഉണ്ടെങ്കിൽ അവിടെ പോയിക്കാൻ നിങ്ങൾക്ക് ബൈ വാക്കിംഗ് പോയിക്കാൻ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എംബസിയിലുള്ള ഒരു ലിസ്റ്റ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അവരാരെ വിളിച്ചാലും നിങ്ങൾക്ക് കൂളായിട്ട് അവിടെ പോയിട്ട് ക്രോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ ഷെയ്ൻ ബോർഡറിലെത്തി. ഏകദേശം ഒരു 20 കിലോമീറ്റർ ഫാറിലായിരുന്നു നമ്മളെ ടാക്സി നിർത്തിയത്. അവിടുന്ന് ടാക്സിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും പോകാൻ പറ്റൂ, ബാക്കി നിങ്ങൾ ബൈ റോഡ് നടന്നു തന്നെ പോകണം. ഏകദേശം 2.5 മണിക്കൂറോളം നടന്നിട്ടാണ് നമ്മൾ ഏകദേശം ഈ ഏരിയയിലെത്തിയത്. അപ്പം അവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഏകദേശം എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി, മാറി മാറി. അപ്പം ഏതൊരു നമ്പറിൽ ഒരാളെടുത്തു. അയാൾ പറഞ്ഞതെന്ന് വെച്ചാല് എംബസിയുടെ ആളാണ്. ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ ഇവിടെ എത്തിക്കോ, നിങ്ങൾ ആ ബോർഡറിന്റെ ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിന്റെ അവിടെ എവിടെ എത്തിക്കാനാലും ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് കയറ്റി വിടാനും നിങ്ങൾക്കുള്ള വിസ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷം അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. വെച്ചാൽ ഉന്തും തള്ളും യുക്രൈനിയൻസും ബാക്കി നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. യുക്രൈൻസിന് സ്പെഷ്യൽ സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 18 തൊട്ട് 60 വയസ്സുള്ള ഒരാണുങ്ങൾക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല, എല്ലാവരും മിലിറ്ററി പോകണം എന്നുള്ളത്. ഇത് പേടിച്ചിട്ട് ഇവരെല്ലാവരും ഈ പോളണ്ട് ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മതിലൊക്കെ കിടന്നിട്ട് ചാടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് പേഷ്യന്റായിട്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങള് അവിടെ ഉള്ള എല്ലാ എംബസിയിലുള്ള ആൾക്കാരെ മാറി മാറി വിളിച്ചു നോക്കി. ആ വിളിച്ച ചേട്ടനും എടുത്തില്ല, വേറൊരാളും എടുത്തില്ല. അപ്പം ഞങ്ങൾ വേറെ അടുത്ത് വെച്ചും പറഞ്ഞു, നിങ്ങൾക്ക് അവിടെയുള്ള പോളണ്ടിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും കീവ് ബോർഡറിലേക്ക് വരാൻ പറ്റില്ല നിങ്ങളെ സഹായിക്കാൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് പോയിട്ട് കീവിന്ന് ക്രോസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താക്കി, കീവിലുള്ള എംബസിനെ വിളിച്ചു നോക്കി. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ മാറി മാറി വിളിച്ചു നോക്കി. അവിടെയുള്ള എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറും എല്ലാ കീവിലുള്ള ഒഫീഷ്യൽ എംബസി നമ്പറും വിളിച്ചു നോക്കി. ആരും എടുത്തില്ല. ഞങ്ങൾ ഒരുമാതിരി പെട്ടൊരവസ്ഥയിലായിപ്പോയി. ഇതിനുശേഷം ഞങ്ങള് എന്ത് ചെയ്യുന്ന അറിയാണ്ട് നമ്മളിപ്പോ ഒരു ചങ്ങ ഉണ്ടായിരുന്നു, ചന്തു പുള്ളിയാണ് ഞങ്ങളെ മെയിൻ എല്ലാ കാര്യത്തിനായിട്ട്